ഔദ്യോഗിക വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഇന്ന് സുപ്രീം കോടതി ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുൻപാകെ ഹാജരാകും. യശ്വന്ത് വർമ്മയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ മാത്യൂസ് നെടുമ്പാര ഹർജി നൽകിയിരുന്നു. പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, 3 അംഗ ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിച്ചിരുന്നു അന്വേഷണത്തിനായി. ഇനിയിപ്പോൾ അവർക്ക് മുൻപാകെ മൊഴി നൽകിയ ശേഷമായിരിക്കുമോ കേസിൽ മറ്റ് നടപടികളിലേക്ക് കടക്കുക? ജിൽസി, അല്പസമയത്തിനകം തന്നെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ മൊഴി നൽകുവാൻ വേണ്ടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹരിയാന സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിലാണ് ഈ മൊഴി നൽകുന്ന ഈ നടപടികൾ നടക്കുക എന്ന് മനസ്സിലാകുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ആഭ്യന്തര അന്വേഷണ സമിതിയിലെ ഒരു ജഡ്ജ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ബാക്കിയുള്ളവരും എത്തിച്ചേരും. അതിനുശേഷം യശ്വന്ത് വർമ്മയും ഇങ്ങോട്ട് എത്തുമെന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത്. കാരണം വലിയ വിമർശനമായി, വലിയ വിവാദമായി വിഷയം തുടരുന്നൊരു സാഹചര്യമുണ്ട്. കാരണം സുപ്രീം കോടതിയുടെ അടക്കം പരിഗണനയിലേക്ക് ഈ വിഷയം വരുന്നുണ്ട്. ഇന്ന് യശ്വന്ത് വർമ്മയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നൊരു ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അഭിഭാഷകനായ മാത്യൂസ് നെടുമ്പാറയാണ് ഈ ഹർജി നൽകിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായി യശ്വന്ത് വർമ്മയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ദിനം തന്നെയാണ്. ഈ വിവാദം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം പാർലമെന്റിലടക്കം വിവാദം ശക്തമായിരുന്നു. നിരവധി നോട്ടുകെട്ടുകൾ, അവശിഷ്ടങ്ങളാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് കണ്ടെത്തിയത്. പിന്നീട് അന്വേഷണവും അതുപോലെ തന്നെ ഡൽഹി പോലീസ് അടക്കം എത്തി അവിടെ നിന്ന് വിവരശേഖരണം നടത്തിയിരുന്നു. ബാർ അസോസിയേഷൻ കടുത്ത നിലപാടാണ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തത്. അദ്ദേഹത്തിനെ ഇത്തരത്തിൽ സ്ഥലം മാറ്റാനുള്ള ശുപാർശകൾ അടക്കം റദ്ദാക്കണമെന്നും യശ്വന്ത് വർമ്മയെ മറ്റ് നടപടികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം കൂടി ബാർ അസോസിയേഷനുകൾ എടുത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇംപീച്ച്മെന്റ് അടക്കമുള്ള നടപടികൾ വേണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. പാർലമെന്റും ഈ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന് ശേഷം പ്രതികരിക്കാം, അല്ലെങ്കിൽ നിലപാട് വ്യക്തമാകാം എന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യസഭാ അധ്യക്ഷനായ ജഗദീപ് ധൻഖഡ് JP നദ്ദയുമായും അതുപോലെ തന്നെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി ഈ വിഷയത്തിൽ ശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ യശ്വന്ത് വർമ്മ ഇങ്ങോട്ട് എത്തി മൊഴി നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.